വെൽക്കം ബാക്ക് ടു ആഴി സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല നെയ്യുള്ള മത്തിയാണ്. അപ്പോൾ നമുക്കിന്ന് മത്തി മുളകിട്ടാലോ. പച്ചമാങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഈ മത്തി മുളകിടുന്നത്. പിന്നെ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് അവസാനമാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി നല്ല അടിപൊളിയാവും. അപ്പോൾ അത് എന്താണെന്ന് പറയുന്നത് നിങ്ങളത് അവസാനം വരെ കാണണം. കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ റെസിപ്പി മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കിയാലോ മത്തി മുളകിട്ടത്. മത്തി മുളകിടാൻ നമുക്ക് ആദ്യം വേണ്ടത് മത്തിയാണ്. ഈ മത്തി ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനൊന്ന് കൊണ്ടുവരാം കേട്ടോ. ഞാനിതിൽ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലീൻ ചെയ്യാൻ അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ വെറുതെ വീഡിയോയ്ക്ക് ലാഗ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അത് ഞാൻ ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഇത് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. മത്തി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് വെക്കണം. നമുക്കിതൊരു അരമണിക്കൂർ പരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മത്തിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതൊരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. സമയം ഉണ്ടെങ്കിൽ നമുക്ക് 1-2 മണിക്കൂറൊക്കെ വെച്ചോളൂ. പക്ഷേ അരമണിക്കൂർ വെച്ചാലും മതി. ഇനി സ്റ്റവ് കത്തിക്കാം. ഞാൻ അതിൽ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ ഈ മത്തി മുളകിടുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുകും ഉലുവയും കൂടി രണ്ടും കൂടി നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നടു കയറിയിട്ട് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ച ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ചതച്ചിട്ട് ഒരു കൈപ്പിടി എന്ന് പറയാം. ഇപ്പോൾ അളവ് പറയാൻ ഒരു കൈപ്പിടി എന്ന് പറയാം. എല്ലാം കൂടി ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഓർക്കണം, നേരത്തെ നമ്മൾ മത്തി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ കേട്ടോ. ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട. എല്ലാത്തിൻ്റെയും പച്ചക്കുത്തൊക്കെ മാറി ഒന്ന് സോഫ്റ്റായാൽ മതി കേട്ടോ. ഇതെല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് എല്ലാത്തിൻ്റെയും പച്ചക്കൊത്തൊക്കെ മാറി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവായാൽ മതി കേട്ടോ. ഇത്ര വാടിയാൽ മതി, കൂടുതൽ വാട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പച്ചമാങ്ങ ചേർക്കണം. ഞാൻ എടുത്ത മാങ്ങ ഇതാണ്. ഇത് മുഴുവൻ എടുത്തിട്ടില്ല. ഇതിൻ്റെ ഒരു പകുതി പോഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം അത് നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പുളി നോക്കിയിട്ട് മാങ്ങയുടെ അളവ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതിങ്ങനെ ക്യൂബായി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ മീൻ ഇടുള്ളൂ. ഇപ്പോൾ മീനിടരുത്. ഇതൊന്ന് തിളക്കട്ടെ.
ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കണ്ടേ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ചട്ടി കിടന്ന് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുക്കാവട്ടെ. ഇതാ നമ്മുടെ മത്തി മുളകിട്ട് നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതാ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ തുടക്കത്തിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ പറയുന്നുണ്ടല്ലോ, അതൊന്നും ഇതിൽ കണ്ടില്ലല്ലോ, ഇത്രേ ഉള്ളൂ എന്ന് കരുതും. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് നമ്മൾ മത്തിയൊക്കെ കുക്കായതിന് ശേഷം നന്നായി തിളച്ച് ഈ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അത് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ ടേസ്റ്റ് കൂടെ. ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഇങ്ങനെയൊന്ന് തിളപ്പിക്കാം. അതിന് ശേഷം നമ്മൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ട് നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാണ് കായപ്പൊടി. അതൊരു 1/4 ടീസ്പൂൺ കേട്ടോ. ഒരുപാട് കൂടരുത്, ഒരുപാട് കൂടിയാൽ ശരിയാവില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞ് അതിലേക്ക് ഫ്ലെയിമും കൂടി ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തി മുളകിട്ടത് ഇവിടെ സെറ്റായി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഈസി അല്ലേ തയ്യാറാക്കാൻ? വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് ഈ ഒരു മത്തി മുളകിട്ടത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് മാങ്ങയുടെ സീസണൊക്കെയാണ്. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. മാങ്ങ സീസൺ കഴിഞ്ഞ് പിന്നെ നമുക്ക് മാങ്ങ കിട്ടത്തില്ല. അപ്പോൾ മാങ്ങ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ മത്തി ഒന്ന് മുളകിട്ട് നോക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെയേ മുളകിട്ടുള്ളൂ, കാരണം അത്രയും നല്ലൊരു ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുള്ള നല്ല കുറുകിയ ചാറോടുകൂടി ആവശ്യത്തിനുള്ള പുളിയും എല്ലാം കൂടിയായിട്ടുള്ള നല്ല അടിപൊളി മത്തി മുളകിട്ട റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ടാറ്റാ.